അസ്ലമോയമാണ് ഫെബ്രുവരി ജനുവരി മാസങ്ങളിൽ ഇന്ത്യയിൽ എവിടെയൊക്കെ പോകാൻ പറ്റുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. OMY യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ്, റൂട്ട് മാപ്പും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗൈഡും അതുപോലെ തന്നെ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് സൗത്ത് ഇന്ത്യ നമുക്കറിയാം. കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാടാണെങ്കിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശും കർണാടകയൊക്കെ ഭയങ്കര കൂൾ ടെമ്പറേച്ചറാണ്, അതായത് വലിയ ചൂടില്ലാത്ത സമയം. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ വർക്കല, അതൊരു കിടിലൻ ക്ലിഫാണ്. അതുപോലെ തന്നെ ആലപ്പി പോലുള്ള ഹൗസ് ബോട്ട് ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്ഥലങ്ങൾ മൂന്നാർ, മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വയനാട്, ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെ. അങ്ങ് പച്ചപ്പുള്ള സമയമായിരിക്കും ഏറ്റവും ബെറ്റർ സമയം. ഇനി തമിഴ്നാട് നോക്കുകയാണെങ്കിൽ കൊടൈക്കനാൽ, ഊട്ടി, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നതിനപ്പുറത്ത് പോണ്ടിച്ചേരിയും മധുരയും തഞ്ചാവൂരും ധനുഷ്കോടിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് കുറച്ചും കൂടി വിൻ്റർലി അല്ലെങ്കിൽ തണുപ്പ് കുറഞ്ഞ തണുപ്പുള്ള സമയത്ത് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, ചൂടില്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലൈമറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ സമയങ്ങളിൽ യാത്ര ചെയ്യാം. ഹൈദരാബാദ് അടിപൊളി സമയമാണ്. ഈ വിൻ്റർ, കുട്ടികൾക്ക് എക്സാം ഉണ്ട്, എന്നാലും നമുക്ക് ഹൈദരാബാദ് പോകണമെങ്കിൽ ബെസ്റ്റാണ്. കൂർഗ്, സ്കോട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കൂർഗിലേക്ക്. ബാംഗ്ലൂരൊക്കെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒരുപാട് ഫോർട്ടുകൾ, ഗോവ, ഗോകർണ, ഉടുപ്പി, ഹംപി യാത്രകളൊക്കെ ഈ സമയത്ത് നടത്താൻ പറ്റും. കാരണം നമുക്കെല്ലാം ഒരു തുറസായ പ്രദേശത്ത് ചൂട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഈ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല. നോർത്ത് ഈസ്റ്റ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത, അതുപോലെ തന്നെ പുരി, ഒറീസ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അപ്പുറത്ത് ഗുവാഹട്ടി, അതുപോലെ തന്നെ മേഘാലയയിലെ വീസ്ഡോങ് വാട്ടർഫാള്, അതുപോലെ തന്നെ ദൗക്കി, ഷിലോങ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നോൺ ഗ്രിയാറ്റ് വില്ലേജ്, ഡബിൾ ഡെക്കർ, ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നല്ല കൂളായിട്ടുള്ള ക്രിസ്റ്റൽ തിരായിട്ടുള്ള വാട്ടറൊക്കെ ആയിരിക്കും. ഇനി സിക്കിം ആണെങ്കിൽ സൗത്ത് സിംഗ്, ഡാർജിലിങ്ങും അതുപോലെ തന്നെ ഡാർജിലിംഗ് യാത്ര നമുക്ക് ഒരു ട്രെയിൻ യാത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗാങ്ടോക്ക്, അതുപോലെ തന്നെ നോർത്ത് സിക്കിം ബസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ലക്ഷദ്വീപ് അതുപോലെ തന്നെ ആൻഡമാൻ യാത്രകളൊക്കെ ബെസ്റ്റ് ടൈമാണ്. കടലൊന്നും വലിയ പ്രക്ഷുബ്ധമായ സമയമല്ല, അതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ട് നമുക്കുള്ള പാക്കേജുകളും മറ്റൊക്കെ അവൈലബിൾ ചെയ്യുന്ന ഒരുപാട് സംഭവമുണ്ട്. നോർത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. ഡൽഹിയൊക്കെ അടിപൊളി സമയമായിരിക്കും. പൊല്യൂഷൻ ഉണ്ട്, അതൊരു കാര്യമാണ്. നമ്മൾ അതിന് മാസ്ക് ഇട്ടിട്ട് നമ്മൾ പോകേണ്ടി വരും. പഞ്ചാബും വാരണാസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മഹാകുംഭമേള നടക്കുന്ന സമയമാണ് ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ. ആ സമയത്തേക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ആ യാത്ര അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, വാരണാസി. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീർ, ജോധ്പൂർ, ബിക്കാനീർ, ഉദയ്പൂർ, അതുപോലെ തന്നെ ജയ്പൂർ, അജ്മീർ, ജയ്സാൽമീർ ഫോർട്ട്, ജയ്സാൽമീറിലെ ഡെസേർട്ടിലേക്കുള്ള കുറി വില്ലേജിലേക്കുള്ള യാത്ര, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മരുഭൂമിയിലെ തണുപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കുറി വില്ലേജ് എന്ന് പറഞ്ഞൊരു മനോഹരമായ വില്ലേജ് ഉണ്ട്. ജയ്സാൽമീർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 50 കിലോമീറ്റർ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഒരു രേഖ വരച്ച പോലെ അങ്ങനെയുള്ള റോഡിൽ കൂടി ഒരു ബസ്സിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ലഗേജും മറ്റുമൊക്കെ എടുത്തിട്ട് പഴയ രാജസ്ഥാൻ സംഗീതം കേട്ട് ഒരു യാത്ര നിങ്ങളുടെ മനസ്സിലിങ്ങനെ ചിന്തിപ്പിക്കുക. എന്നിട്ട് നമ്മളെത്തുന്ന ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലെ കുടികളിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങനെയുള്ള സുന്ദരമായ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ റൺ ഓഫ് കച്ച് എന്ന് പറയപ്പെടുന്ന വൈറ്റ് സാൻഡുള്ള ഗുജറാത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇനി കശ്മീരിൻ്റെ താഴ്വാരങ്ങൾ, മനോഹരമായ പെഹൽഗാമും ഗുൽമർഗും സോനമർഗും, കശ്മീരിൻ്റെ മനോഹരമായ മറ്റുള്ള ഇടങ്ങളൊക്കെ മഞ്ഞിൽ മൂടിയിട്ടുള്ള ദാൽത്തടാകടക്കം ഫ്രോസനായിട്ടുള്ള സുന്ദരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉത്തരാഖണ്ഡിൽ വിൻ്റർ എക്സ്പെഡീഷന് വേണ്ടി ചന്ദ്രശില ട്രക്കിങ്ങും കേദർഗന്ധ ട്രക്കിങ്ങും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്താൻ പറ്റിയ ബെസ്റ്റ് ടൈമാണിത്. അതുപോലെ തന്നെ നൈനിതാൽ, ഓളി പോലുള്ള സ്ഥലങ്ങളുണ്ട്. ഓളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ മണാലിയൊക്കെ നമ്മൾ പോകുന്നതിനപ്പുറത്ത് ഓളിയും കൂടി എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന എക്സ്പീരിയൻസ്. എനിക്ക് ഹിമാചൽ പ്രദേശിൽ സ്പിറ്റി വാലിയൊക്കെ വിൻ്റർ എക്സ്പെഡീഷന് പോകാൻ പറ്റും. ലേ റോഡൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നാർക്കണ്ട വഴി നമ്മൾ ഇപ്പുറം റൗണ്ട് ട്രിപ്പ് സ്പിറ്റി നമുക്ക് നടത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് നാർക്കണ്ട വഴി പോകാൻ പറ്റും. കുഞ്ചംവാസ് അടച്ചുകൊണ്ട് നമുക്ക് ഇപ്പുറത്തോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ സ്പിറ്റിയിൽ വിൻ്റർ എക്സ്പെഡീഷന് പോകാൻ പറ്റും. ഷിംല അടിപൊളിയായിരിക്കും. ഷിംലയിൽ ആ ടോയ് ട്രെയിനും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. മണാലി അടിപൊളിയായിരിക്കും. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ മണാലിയിൽ കളിച്ച് തിമിർത്താടാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു ക്യാമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 21-25 വരെ ഞാനൊക്കെ പങ്കെടുക്കുന്ന റൂട്ട് ഫൈൻഡിൻ്റെ ഒരു ക്യാമ്പ് അടക്കുന്നുണ്ട്. 5 പകലും 4 രാത്രിയുള്ള ക്യാമ്പ്. വോൾവോ ബസ്സിൽ യാത്ര, കിടിലൻ താമസം, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സെമി കേരള ഫുഡും, കിടിലൻ ഭക്ഷണം, കിടിലൻ താമസം, ഡീലക്സ് റൂമിൽ താമസം, ആളുള്ള കറക്കം, സ്റ്റോറി ടെല്ലിങ്ങും ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് ഒരു അടിപൊളി പാക്കേജ്, അടിപൊളി ക്യാമ്പ്. മണാലി ഇപ്പം കുറച്ച് സീറ്റുകൾ ബാക്കിയുണ്ട്. പെട്ടെന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 6,999 രൂപ മാത്രമേ ഉള്ളൂ. ഡൽഹിയിലെത്തിയ ഇഷ്ടംപോലെ ട്രെയിനുകൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം 60 ദിവസം മുമ്പ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ കൂടെ മഞ്ഞിൽ കളിച്ച് തിമിർത്താടാൻ വേണ്ടി നിങ്ങൾ വരുന്ന മാർച്ച് മാസം നോമ്പൊക്കെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ മുമ്പൊക്കെ ഈ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ വിൻ്റർ യാത്ര പ്ലാൻ ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഗുഡ് ബൈ.